നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മൂന്നാർ ടീ മ്യൂസിയം, അതായത് കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ. 2005 പ്രവർത്തനം ആരംഭിച്ച ഇത് മൂന്നാറിലെ തേയില വ്യവസായത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും വളർച്ചയും പ്രദർശിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യകാല തേയില സംസ്കരണങ്ങളും ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും തൊഴിലാളികളുടെ ജീവിതം, പഴയകാല ഫർണിച്ചറുകൾ എന്നിവയെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1924 കുണ്ടളവാലി റെയിൽവേയുടെ ഒരു വീൽ ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 1980 സ്കോട്ടിഷ് വ്യാപാരിയായിരുന്ന JD മുൺറോയാണ് മൂന്നാറിൽ ആദ്യത്തെ തേയില എസ്റ്റേറ്റ് ആരംഭിച്ചത്. 80 ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ ചിത്രത്തിൽ പരാമർശിക്കുന്നത്. മാത്രമല്ല, നിരവധി പുരാതന വസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽപ്പെടുന്ന കുറച്ച് വസ്തുക്കളാണ് ഈ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ശിലാരൂപങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പഴയ കാലം മുതൽ ഇതുവരെയുള്ള തേയില വ്യവസായത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന ഫോട്ടോകളും മറ്റ് കാഴ്ച വസ്തുക്കളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. തേയില ചെടിയിൽ നിന്നും തേയിലകൾ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത്. ഇപ്പോഴും മൂന്നാറിലെ തൊഴിലാളികൾ ഇത് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട്. നിരവധി കൗതുകമാർന്ന വസ്തുക്കൾ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും കുടിക്കുന്ന ചായ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് നമുക്ക് കണ്ടുവരാം. ब्लड प्रेशर, शुगर, वेट लॉस
अगर ग्रीन टी यूज करने वाला हो तो उसको भी बिस्किट नाश्ता ब्रेकफास्ट ഒരുപാട് നേരത്തെ മെഷീൻ പ്രോസസ്സിങ്ങിന് ശേഷം വിവിധ വർണ്ണത്തിലും വിവിധ ആകൃതിയിലും വിവിധ ഗുണത്തിലുമുള്ള ഒരുപാട് തേയിലപ്പൊടികൾ ഇവിടെ അവർ വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി മൂന്നാറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ലിസ്റ്റിൽ മൂന്നാർ ടീ മ്യൂസിയം ഉൾപ്പെടുത്തുക. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നന്ദി.